ഇതൊരു സംഭവം നിങ്ങളുടെ ഞാൻ തന്നെ നേരിട്ട് വന്ന് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പറയൂന്ന് പറഞ്ഞു. എന്താ ഇന്ന് ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണ്. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അപ്പൊ അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും എന്റെ പേര് ഗോസിപ്പിൽ കിടക്കുന്ന ഒരാള് തന്നെയാണ് എന്റെ കൂട്ടുകാരി. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? ഞാൻ വേറെ കല്യാണം കഴിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കൊരങ്ങിന്റെ കയ്യില് പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. Comments will appear here. കമന്റ്സ് ഒന്നും കാണാനില്ലല്ലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കില്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ. മാധവൻകുട്ടി, ഞാൻ ഉണർന്നേ. വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്രൊജക്ട്? നെക്സ്റ്റ് പ്രൊജക്ട് സുഹൃത്തുക്കളെ, ഊർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഡോക്ടറെ കണ്ടു? ഡോക്ടറെ കണ്ടില്ല, കാരണം എനിക്ക് ഡോക്ടറെ കാണാൻ പേടിയാ. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? സെയിം ലുക്കിംഗ് ലൈക്ക് സണ്ണി ലിയോൺ. താങ്ക് യു. എനിക്കിഷ്ടാണ് സണ്ണി ലിയോന്റെ ചൈൽഡ് എന്ന് പറയുന്നത്. മേക്കപ്പ് ഇല്ലേ? മേക്കപ്പ് ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണെഴുതിയുണ്ട്, കുറച്ച് ലിപ് ഗ്ലോസ് ഇട്ടുണ്ട്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഇഷ്ടമുള്ള ഫുഡോ? എനിക്ക് ബട്ടർ നാനും ബട്ടർ ചിക്കനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. ഒരു പാട്ട് പാടാമോ? യെസ്, എന്റെ തൊണ്ട ശരിയല്ല, പക്ഷെ ഞാൻ പാട്ട് പാടണോ? അത് പറ്റില്ല, യുഡിസിയെ പാടാൻ അനുവദിക്കാം. വേണ്ട അല്ലേ? പാട്ട് പാടണം. ഹരിത മനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണം. ഒന്ന് നിർത്തോ പ്ലീസ്. അമൽദ ആരുടെ പേജാ? എന്റെ പേജല്ലേ? അമലിന്റെ പേജല്ലല്ലോ.